ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹെൽത്തി സ്നാക്ക് പരിചയപ്പെടാം. എസ്പെഷ്യലി റമദാനൊക്കെ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അതായത് അതിലേക്ക് നമുക്ക് വേണ്ട ചിക്കൻ ബ്രസ്റ്റ്, ഒനിയന്, ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ്, ഓട്സ്, ഒലീവ് ഓയിൽ, പെപ്പർ, സോയ സോയാ സോസ്, സാൾട്ട്, അതേപോലെ എഗ്സ്. ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ആദ്യം എടുക്കുക. ഒലീവ് ഓയിൽ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ മതി. ആദ്യം ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. നമ്മളെ സ്നാക്കിലേക്കുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാബേജ് ഒരു ബോൾ എടുക്കാം, ഹാഫ് ഒനിയന്, ബീൻസ് ഒരു 4 എണ്ണം, ക്യാരറ്റ് ഒരു ഹാഫ് ക്യാരറ്റ്, അതേപോലെ ക്യാപ്സിക്കം ഒരു ഹാഫ് ക്യാപ്സിക്കം. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകുറക്കൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അതേപോലെ പെപ്പറിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഒരു 100 ഗ്രാം എടുക്കാം. ഞാനിവിടെ ഒരു 75 ഗ്രാം എടുത്തിട്ടുണ്ടാവുള്ളൂ, 100 ഗ്രാം എടുക്കാം. അതേപോലെ പെപ്പർ ആവശ്യത്തിനനുസരിച്ച് ഇടുക. അതേപോലെ സാൾട്ട് ആവശ്യമനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോയാ സോസും അതേപോലെ ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകുറക്കൊക്കെ ചെയ്യാം. ജസ്റ്റ് ഇതൊരു 10 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് മൂടി വെച്ച് സോട്ട് ചെയ്യുക ഒരു 10 മിനിറ്റ്. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊരു വേവ് മതി. ഇനി നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് സാധാരണ മൈദയാണ് ആളുകൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഓട്സ്, എഗ്ഗ്, അതേപോലെ സാൾട്ട്, പിന്നെ വെള്ളം, ആവശ്യത്തിന് വെള്ളം ലൂസായിട്ട് നമുക്ക് ദോശ പരുവത്തിൽ നമുക്കൊരു മാവ്, ലൂസായിട്ടുള്ള മാവ് അടിച്ചെടുക്കാം. സോ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ഒരു 2-3 ദോശ വരുന്ന മാതിരി നിങ്ങൾ കുറച്ച് ലൂസായിട്ട് തന്നെ ചുട്ടെടുക്കുക. ഇത് നമ്മൾ സാധാരണ മൈദ ഉപയോഗിച്ചിട്ട് ആണ് ആളുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളിത് കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മൾ ഓട്സ് എഗ്ഗ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓട്സ് ഒരു 50 ഗ്രാം, എഗ്ഗ് ഒരു ഫുള്ള് ഹോൾ എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ആ ദോശയിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് നിറച്ചിട്ട് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ മടക്കുക. എന്നിട്ട് ജസ്റ്റ് എഗ്ഗിലേക്ക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയും കഴിക്കാൻ നമുക്ക് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു പോക്കറ്റ് രീതിയിലാണ് ഇങ്ങനെ മടക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കി ജസ്റ്റ് ഒന്ന് തിരിച്ച് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്നാക്ക് റെഡി. സോ ട്രൈ.